ഇന്ന് നമ്മൾ തിപ്രങ്ങോട് അമ്പലത്തിലാണ് വന്നിരിക്കുന്നത്. തിപ്രങ്ങോട് അമ്പലത്തിൽ തൊഴുന്നതിനെ പറ്റി നമുക്ക് ആർക്കും അറിയാത്ത കാര്യമാണ്. അതിനെ കുറിച്ചാവട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആദ്യം നമുക്ക് തൊഴേണ്ടത് കാരണത്തിൽ ശിവനെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. കാരണത്തിൽ ശിവനെ തൊഴുതതിന് ശേഷം അടുത്ത സ്ഥലങ്ങളിൽ നമുക്ക് തൊഴാൻ പോവാം. കാരണത്തിൽ ശിവനെ തൊഴുതതിന് ശേഷം ശിവതൃപ്പാദം 1 നമ്മൾ തൊഴേണ്ടത്. അതിനുശേഷം ശിവതൃപ്പാദം 2, അതിനുശേഷം ശിവതൃപ്പാദം 3, തൊഴുതതിന് ശേഷം വേട്ടയ്ക്കൊരു മകനെ ഒന്ന് തൊഴുക. വേട്ടയ്ക്കൊരു മകനെ തൊഴുതതിന് ശേഷം ഭദ്രകാളിയെ തൊഴുക. കണ്ണറിഞ്ഞ സൂര്യനായി പിന്നലിഞ്ഞ ചന്ദ്രനായി നിന്റെ സ്വരൂപം തങ്കനില. സ്മരയക്ഷനെ നമ്മൾ ഒരിക്കലും സ്പർശിക്കാൻ പാടില്ല. അടുത്തത് നമ്മൾ അയ്യപ്പസ്വാമിയെയാണ് തൊഴുന്നത്. കണ്ണോളം കണ്ടതു പോരാ, കാതോളം കേട്ടതു പോരാ, അയ്യന്റെ മായകൾ ചൊന്നാൽ തീരുമോ ഗുരുസ്വാമി. അയ്യപ്പസ്വാമിയെ തൊഴുതതിന് ശേഷം നമ്മൾ തൊഴാൻ പോകുന്നത് ഗോശാല കൃഷ്ണനെയാണ്. ഗോശാല കൃഷ്ണനെ തൊഴുതതിന് ശേഷം നമ്മൾ രക്ഷസിനെ മനസ്സിൽ വിചാരിക്കുക. രക്ഷസിനെ ഒരിക്കലും നമ്മൾ നേരിട്ട് പോയി തൊഴാൻ പാടുള്ളതല്ല. എല്ലാവരും രക്ഷസിനെ തൊഴാറുള്ളതാണ്, പക്ഷെ രക്ഷസിനെ ഒരിക്കലും നേരിട്ട് പോയി തൊഴാൻ പാടുള്ളതല്ല. കാടും കടന്നു മലമേടും കടന്നു ചെന്നു നേടും നടയിലുള്ള വേദകാരുണ്യം. വൈക്കത്തമ്പല നടയിൽ വാണൊരു മച്ചൻ നൽകിയൊരത്താഴത്തിൽ എന്നുടെ കൂടെ ഇരുന്ന മഹാമായനെ വെട്ടം വന്നു വിളങ്ങിയ നെഞ്ചിലൊരിഷ്ടം സ്വാമി ജപത്തിന് മാത്രം കഷ്ടം തീണ്ടാതെന്നെ നയിക്കണമേ. കർപ്പൂരം കത്തും പോലെ ശോകങ്ങൾ തീരുന്നുണ്ട്, ശിവബാല കൈകൾ കൂട്ടുന്നേ. സ്വാമി പ്രാണബലം താ, പുണ്യബലം താ, ജ്ഞാനബലം. നമ്മൾ പുറത്തുള്ള ഉപദൈവങ്ങളെ തൊഴുതതിന് ശേഷം വടക്കേ നടയിലൂടെ അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുക. കർമ്മമൊക്കെയും വാഴ്ത്തേണം ശിവപാദങ്ങൾ, വന്നിതാ തിരുമുന്നിൽ കുമ്പിടാൻ തൃപ്രങ്ങോ. അമ്പലത്തിനുള്ളിൽ തൊഴുതതിന് ശേഷം നമ്മൾ പടിഞ്ഞാറേ നടയിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അവസാനമായി നമ്മൾ നവാമുകുന്ദനെയാണ് തൊഴേണ്ടത്. കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ. ഇവിടെയെല്ലാം തൊഴുതതിന് ശേഷം നമ്മൾ ആൽത്തറ വലം വെക്കണം. ഹര ഹര ശിവനേ അരുണാചലനേ അണ്ണാമലയെ പോറ്റി, ശിവവും നമ ശിവായ, ശിവ ശിവ ഹരനേ സോണാചലനേ അണ്ണാമലയെ പോറ്റി, ഹരവും നമ ശിവായ. അണലേ നമ ശിവായം, അഴലേ നമ ശിവായം, കണലേ നമ ശിവായം, കാற்றേ നമ ശിവായ.